ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DL അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. DL 2025-27 വർഷത്തെ ഗവൺമെൻറ് എയ്ഡഡ് മേഖലയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഇൻ്റർവ്യൂ 18/9/2025 മലപ്പുറം ഗവൺമെൻറ് TTL വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിന് സമീപം വെച്ച് നടക്കുന്നതാണ്. കൂടിക്കാഴ്ച സമയത്ത് താഴെ പറഞ്ഞിരിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഇതിൻ്റെ ഒറിജിനലാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. 18-ാം തീയതിയാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂ നടക്കുന്നത്. SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ HSC VHSC സർട്ടിഫിക്കറ്റ്, മറ്റ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർ തുല്യത സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. വിമുക്ത ഭടന്മാരുടെ ജവാന്മാരുടെ ആശ്രിതർ അത് തെളിയിക്കുന്നതിനുള്ള ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസറുടെയോ തഹസിൽദാരുടെയോ സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷി വിഭാഗക്കാർ മെഡിക്കൽ ബോർഡ് നൽകിയ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ NCC NSS രാജ്യപുരസ്കാർ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ, പിന്നെ ഇനിയും പറയുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അഡ്മിഷൻ കിട്ടിയിട്ട് ആ ഒരു കോളേജിൽ അല്ലെങ്കിൽ ആ ഒരു TTL നിങ്ങൾ കൊണ്ടുപോയാൽ മതി. അവസാനം പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള TC, കേരള ഗവൺമെൻറ്റിൽ സർവീസിൽ ഉള്ള ഒരു ഗസറ്റഡ് ഓഫീസർ നൽകിയ സ്വഭാവ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 6 മാസമാണ്. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് നിങ്ങളൊരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുക. പിന്നെ അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകിയ ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, അതായത് ഫോം 42, അത് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഒരു ഗവൺമെൻറ് മെഡിക്കൽ മീൻസ് ഒരു ഡോക്ടറെ കൊണ്ട് വേണം നിങ്ങളത് ഫില്ല് ചെയ്യിക്കാൻ. ഓക്കെ, അടുത്തത് പറയുന്നത് സമയക്രമമാണ്. ഇൻ്റർവ്യൂ ഷെഡ്യൂളാണ് പറയുന്നത്. കൊമേഴ്സ് ഷുവർ ലിസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് 9 മണിക്കാണ്. സയൻസ് ഷുവർ ലിസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് 9:30, ഹ്യൂമാനിറ്റീസ് ഷുവർ ലിസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് 10:30 ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ടൈമിന് ഒരു അരമണിക്കൂർ മുമ്പേ തന്നെ നിങ്ങൾ ആ ഒരു സെൻറ്ററിൽ എത്തിച്ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ താഴെ സയൻസിൻ്റെയും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിൻ്റെ ഷുവർ ലിസ്റ്റ് ആൻഡ് വെയിറ്റിംഗ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് സയൻസ് ഷുവർ ലിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ ഉറപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള കോളേജ് പറയാം, നിങ്ങൾക്ക് ആ ഒരു കോളേജ് അവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ഈ ഒരു ഷുവർ ലിസ്റ്റിലുള്ളവരുടെ ആബ്സെൻസിൽ അവർ വന്നില്ലെങ്കിലായിരിക്കും വെയിറ്റിംഗ് ലിസ്റ്റിൽ അതേ കാറ്റഗറിയിലുള്ളവരെ വിളിക്കുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റിലും ആദ്യം കുറേ റാങ്കുകളിലൊക്കെ ഉള്ളവർ പോവുക. അപ്പോൾ എല്ലാവരും ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ സെൽഫ് ഫിനാൻസിൻ്റെ വന്നിട്ടില്ല, അത് വരുന്നതനുസരിച്ച് PSCയിൽ നിന്നും അവർ ലിസ്റ്റ് ലഭിക്കുന്നതനുസരിച്ച് ഈ വെബ്സൈറ്റിൽ തന്നെ അപ്ഡേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നതനുസരിച്ച് ആ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് നൽകാം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.